അസ്സലാമു അലൈക്കും. മയ്യിത്ത് നമസ്കാരത്തിൽ നമ്മൾ വജ്ജഹത്ത് ഓതാറില്ല, സുന്നത്തില്ല. പക്ഷേ ആ ഓതുവിൻ്റെ വിധി എന്താ? പല ആൾക്കാരും ആ ഓതും ഓതാറില്ല, വജ്ജഹത്ത് ഒഴിവാക്കും, അതിൻ്റെ കൂടെ ആ ഓതും ഒഴിവാക്കും. അവർ കരുതിയിട്ടുള്ളത് ആ ഓതു സുന്നത്തില്ല എന്നാണ്. അങ്ങനെയല്ല, ആ ഓതു സുന്നത്തുണ്ട്, വജ്ജഹത്ത് ഒഴിവാക്കലാണ് വേണ്ടത്. വജ്ജഹത്ത് ഒഴിവാക്കണം, ആ ഓതു നമ്മൾ ഓതേണ്ടതില്ല. അതേപോലെ തന്നെ ചില ആൾക്കാർ മയ്യിത്ത് നമസ്കാരം ശരിക്കും അറിയില്ല. ഇപ്പം എൻ്റെ ഒരു അനുഭവം, ഒരു ഉമ്മ മരിച്ചിട്ട് ആ വീട്ടിൽ ചെന്നപ്പോഴാണ് മകന് വന്നിട്ട് പറയുന്നത്, ഉസ്താദ് എനിക്ക് ഇമാം വെക്കണം, ഉമ്മാക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇമാം നിൽക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? നമ്മളെന്ത് ചെയ്യാൻ ആ സമയത്ത്? ഓരോ മക്കളുടെ ആഗ്രഹമല്ലേ, അതൊക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണോ? മരിച്ച സമയത്താണോ മയ്യിത്ത് നമസ്കാരം പഠിക്കാൻ നിൽക്കുക? ഏതായാലും ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളിപ്പോൾ ചെയ്യാനുള്ളത് ഒന്നാമത്തെ തക്ബീറിൽ ഫാത്തിഹ, പ്രശ്നമല്ല. രണ്ടാമത്തത് ഇബ്രാഹിമിയ സ്വലാത്ത്, ഇതും വിഷയമല്ല, കാരണം ചൊല്ലുന്ന. ഇനി മൂന്നാമത്തതും നാലാമത്തതാണ് പ്രശ്നം കിടക്കുന്നത്. നാലാമത്തതിൽ നിങ്ങൾ ആകെ അല്ലാഹു മഗ്ഫിർലഹു എന്നുള്ള ദിക്റുണ്ടല്ലോ, അത് അല്ലാഹു മഗ്ഫിർലഹ എന്ന് പറഞ്ഞാൽ മതി. ആണാണെങ്കിൽ ഹു, പെണ്ണാണെങ്കിൽ ഹ. ഇത് മാത്രം ആവർത്തിക്കുക, വേറൊന്നും ചെയ്യണ്ട. അല്ലാഹു മഗ്ഫിർലഹു, അല്ലാഹു മഗ്ഫിർലഹു, അല്ലാഹു മഗ്ഫിർലഹു എന്നുള്ളത് അല്ലാഹു മഗ്ഫിർലഹ പെണ്ണായതുകൊണ്ട് അങ്ങനെ ആവർത്തിക്കുക. പിന്നെ അടുത്ത തക്ബീറിൽ അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു എന്ന് ആണാണെങ്കിൽ, പെണ്ണാണെങ്കിൽ ഫുള്ള അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹ. ഇതിങ്ങനെ ആവർത്തിച്ചാൽ മതി. ഏകദേശമൊക്കെ സാധാരണ ബാക്കിയുള്ള ദിക്റും കൂടി ചെല്ലുന്ന ആ ഒരു കതിർ കണ്ടിട്ട്, ആ ഒരു കണക്ക് കണ്ടിട്ട് നിങ്ങളിങ്ങനെ ആവർത്തിച്ചിട്ട് ചെയ്തേ, വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ മുഴുവനായിട്ട് ദിക്ർ പഠിക്കുക, അപ്പോൾ കഴിയില്ലല്ലോ. അപ്പോൾ ഏതായാലും നിസ്കാരം അറിയാത്ത ആളുകൾ വെള്ളിയാഴ്ചകളിലൊക്കെ പലപ്പോഴും മയ്യിത്ത് നമസ്കരിക്കാറുണ്ട്. അവർ പേടിക്കാനൊന്നുമില്ല. ദിക്റുകൾ പരിപൂർണമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആകെ ചെയ്യാനുള്ളത്, ആദ്യത്തേൽ ഫാത്തിഹ എല്ലാവരും അറിയും, രണ്ടാമത്തേൽ ഇബ്രാഹിമിയ സ്വലാത്ത്, അതും ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാം. മൂന്നാമത്തെ തക്ബീറിൽ അല്ലാഹു മഗ്ഫിർലഹു ഇതിങ്ങനെ ആവർത്തിക്കുക. ഇമാം പിന്നെ അടുത്ത തക്ബീർ ചൊല്ലുന്നവരെ ഇതിങ്ങനെ ആവർത്തിച്ചാൽ മതി. അത് പെണ്ണാണെങ്കിൽ ഗഫിർലഹ. ഇനി വെള്ളിയാഴ്ചക്ക് ഒരുപാട് ആളുകളുണ്ട്, പിന്നെ ഒരുപാട് മയ്യിത്തുകൾ ഉണ്ടെങ്കിൽ അല്ലാഹു മഗ്ഫിർലഹും എന്ന ജംഇൻ്റെ ലൊമീറാക്കുക. നാലാമത്തതിൽ അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു, പെണ്ണാണെങ്കിൽ ഹ, ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അജ്റഹും എന്നാക്കിയിട്ട് മാറ്റുക. അത്രയേ ഉള്ളൂ, വളരെ നിസ്സാരം. പിന്നെ അതിൻ്റെ പരിപൂർണ്ണ ദിക്റുണ്ട്, അത് നമ്മൾ അല്പം ടൈം എടുത്ത് പഠിക്കാൻ വേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മഅസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.